പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുത്തെ കരുണ ഭക്ഷിക്കുന്നത് തൻ്റെ പുത്രനിലൂടെയാണ്. ആ പിതാവ് നമ്മളെ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുക. ഒത്തിരിയേറെ പ്രതീക്ഷയോടെ താൻ സൃഷ്ടിച്ച ഈ മാനവരാശി തന്നിൽ നിന്നും അകന്നു പോകുന്നത് കാണുമ്പോൾ ഒത്തിരിയേറെ വേദന തോന്നി അവിടുന്ന് അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി തൻ്റെ പുത്രനിലൂടെ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുക. ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാത രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കുര പൊളിച്ച് തളർവാത രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാത രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജനിൽ ചിലർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദോഷം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാത രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാത രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുകെ പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്നേഹമുള്ളവരെ, യേശു തളർവാത രോഗിയെ സുഖപ്പെടുത്തിയ ഈ സംഭവം യഥാർത്ഥത്തിൽ ആ തളർവാത രോഗിയുടെ വിശ്വാസ നിമിത്തമാണോ, അതോ അവനെ കൂട്ടിക്കൊണ്ടുവന്ന ആളുകളുടെ വിശ്വാസ നിമിത്തമാണോ? പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു സംശയമാണിത്. കാരണം ഈ തളർവാത രോഗി യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നതായിട്ട് എവിടെയും നമ്മൾ കാണുന്നില്ല. അതേസമയം ജെറീക്കോയിലെ അന്ധനായ ആ വ്യക്തി യേശുവിനെ കാണുവാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ച ഒരാളാണ്. യേശുവിനെ കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ തനിക്ക് വീണ്ടും കാണാൻ ഒരു ആഗ്രഹം ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതിനാൽ തന്നെ അവനെ ഒരു മാത്രം കാണണം എന്നൊരു ആഗ്രഹത്തോടെ, അവന് തന്നെ രക്ഷിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ ജെറീക്കോയിലെ ആ കുരുടൻ കാത്തിരിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഈ തളർവാത രോഗിയെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല. പക്ഷേ ആ തളർവാത രോഗിയെ കൊണ്ടുവരുന്നവരുടെ വിശ്വാസം അതെത്ര വലുതാണ് എന്ന് അവരുടെ പ്രവർത്തികൾ തന്നെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്.
യേശു വീണ്ടും കഫർനാമിലേക്ക് എത്തിയപ്പോൾ ഇതിനു മുമ്പേ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അവനെക്കുറിച്ച് ഒത്തിരിയേറെ വാർത്തകൾ പരന്നിരുന്നു. അതിനാൽ തന്നെ യേശുവിനെ കാണുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ഒരു വലിയ ജനക്കൂട്ടം അവിടെയുണ്ട്. വാതിൽക്കൽ പോലും നിൽക്കാൻ ഇടമില്ലാത്ത വിധം അവരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഇവിടെ ഈ തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന ആ വ്യക്തികളുടെ വിശ്വാസം എത്ര വലുതായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നു വരിക. ഇതിനു മുമ്പ് ശിമിയോൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്ന സംഭവം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ശിമിയോൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയപ്പോൾ അവൾ അവരെ ശുശ്രൂഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം ആ പ്രദേശത്തുള്ള മറ്റെല്ലാ രോഗികളെയും പിശാച് ബാധിതരെയും അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയാണ്? അവരും സുഖം പ്രാപിക്കുമെന്ന വിശ്വാസമുണ്ടായിരുന്നു കൊണ്ടാണ്. അതേ ഒരു പ്രവൃത്തി തന്നെയാണ് ഇവിടെ കഫർനാമിലും സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക. യേശുവിൻ്റെ അടുക്കിലേക്ക് രോഗബാധിതരായ വ്യക്തികളെ കൊണ്ടുവന്നാൽ തീർച്ചയായും അവർ സുഖം പ്രാപിക്കും എന്നൊരു വിശ്വാസം പതിയെ പതിയെ ആ സമൂഹത്തിലേക്ക് വ്യാപിക്കുവാൻ തുടങ്ങി. ഇവിടെ ആ തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന ആ വ്യക്തികളിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. അവരുടെ മനസ്സിലും പൂർണ്ണമായൊരു വിശ്വാസം കടന്നു വന്നു. ഈ തളർവാദ രോഗിയെ ഞങ്ങൾ യേശുവിൻ്റെ പക്കൽ എത്തിക്കുകയാണെങ്കിൽ അവൻ പൂർണ്ണമായും സുഖം പ്രാപിക്കും. അതിന് ഒത്തിരിയേറെ തെളിവുകൾ അവരുടെ മുമ്പിലുണ്ട്. ശിമിയോൻ്റെ അമ്മായിയമ്മയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് അവർക്കറിയാം. ആ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് മറ്റു രോഗികളെ കൊണ്ടുവന്നപ്പോൾ സംഭവിച്ചത് അവർക്കറിയാം. അങ്ങനെ ഒത്തിരിയേറെ കേട്ടറിവിൻ്റെ വെളിച്ചത്തിൽ അവരും അത് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ജെറീക്കോയിലെ ആ കുരുടനെ പോലെ വലിയൊരു കേട്ടറിവിൽ നിന്ന് അത് പതിയെ പതിയെ വിശ്വാസമായി മാറിയപ്പോൾ ആ തളർവാദ രോഗിയെ എങ്ങനെയെങ്കിലും യേശുവിൻ്റെ അടുക്കൽ എത്തിക്കണം എന്നൊരു ആഗ്രഹം മാത്രമാണ് അവരുടെ മുമ്പിലുണ്ടായിരുന്നത്. അങ്ങനെ യേശുവിൻ്റെ അടുക്കിലേക്ക് ആ തളർവാദ രോഗിയുമായി കടന്നു വരുമ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് എത്തി നോക്കുവാൻ പോലും സാധിക്കാത്ത പോലെ വലിയൊരു ജനക്കൂട്ടമാണ് അവൻ്റെ ചുറ്റുമുള്ളത്. പിന്നെ എങ്ങനെ ഈ വ്യക്തിയെ ഞങ്ങൾ അവൻ്റെ അടുക്കിലെത്തിക്കും? ഒരുപക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടാകാം, ഞങ്ങൾ തിരികെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കൊണ്ടുവരുന്ന വേളയിൽ ഈ മനുഷ്യൻ ഞങ്ങൾ നൽകിയ ആ പ്രതീക്ഷ അസ്തമിച്ചു പോകില്ലേ? ഇതുവരെ അങ്ങനെ ഒരു ആഗ്രഹമില്ലാതിരുന്ന വ്യക്തിക്ക് നമ്മൾ പോലും അറിയാതെ ഒരു ആഗ്രഹം കൊടുത്തില്ലേ? വീണ്ടും താൻ പൂർണ്ണമായി സുഖം പ്രാപിക്കുമെന്ന ഒരു ആഗ്രഹം. അങ്ങനെ പല ചിന്തകളും ആ വ്യക്തികളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഏത് വിനയെയും യേശുവിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ ഈ തളർവാദ രോഗി എത്തിക്കും എന്ന് അവർ തീരുമാനിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുക, ഒരിക്കലും മനുഷ്യർ പോലും ചിന്തിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. മറ്റൊരാളുടെ വീടിൻ്റെ മേൽക്കുര പൊളിച്ച് അതിലൂടെ ഈ തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇറക്കി എന്ന് പറയുമ്പോൾ എത്ര സാഹസികം നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തത്. മാനുഷിക ബുദ്ധിക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ അതിനു പോലും അവർ തയ്യാറായി എന്നുള്ളതാണ് ആ വ്യക്തികൾക്ക് യേശുവിലുള്ള വിശ്വാസം എടുത്തു കാണിക്കുക. ഞങ്ങളിത് ഈ ചെയ്യുന്ന പ്രവൃത്തി അത് പൂർണ്ണമായും ഫലം കാണുമോ എന്ന ഒരു സംശയം പോലും അവരുടെ മനസ്സിലില്ല. കാരണം ഞങ്ങളിത് ചെയ്യുമ്പോൾ അവൻ സുഖം പ്രാപിക്കുമെന്ന വിശ്വാസം അവർക്കുണ്ട്. അവരുടെ ഇടയിൽ ഒരു ആശങ്കയുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവർ ആ പ്രവൃത്തി ചെയ്യില്ല. കാരണം അത് മറ്റൊരു വ്യക്തിയുടെ വീടാണ്, നമ്മൾ പൊളിക്കുന്നത് ആ വീടിൻ്റെ മേൽക്കുരിയാണ്. ആളുകൾ ഒരുപക്ഷേ തങ്ങളെക്കുറിച്ച് മോശമായി ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല ഇതിന് ഒത്തിരിയേറെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പല കാര്യങ്ങളും അവരുടെ മനസ്സിലൂടെ കടന്നു പോകാം. എന്നാൽ അവരെ സംബന്ധിച്ച് അതായിരുന്നില്ല. യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ തളർവാദ രോഗിയെ ഒന്ന് കൊണ്ടുപോയാൽ ആ നിമിഷം യേശു അവനെ സുഖപ്പെടുത്തും. പ്രിയമുള്ളവരെ, അവരുടെ ആ അതിയായ വിശ്വാസമാണ് ആ തളർവാദ രോഗിയെ സംബന്ധിച്ച് അവൻ്റെ രക്ഷയായിട്ട് മാറുക. പ്രിയമുള്ളവരെ, ഇതിലൂടെ നമ്മൾ കാണുന്നത് എന്താണ്? യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ കർത്താവ് നിവർത്തിച്ചു കൊടുക്കും.
ഇവിടെ ഈ തളർവാദ രോഗിയെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ടുവന്ന ആ വ്യക്തികളുടെ വിശ്വാസമാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മാറുക. ഈ തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ കൂടിയ മറ്റൊരു കൂട്ടം ആളുകളുടെ മനോഭാവം എന്താണ്? അവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിന് മാത്രമേ പാപങ്ങൾ ക്ഷമിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതേസമയം തളർവാദം വന്ന് ഒത്തിരിയേറെ കഷ്ടത അനുഭവിക്കുന്ന അവരുടെ സഹോദരിൽ ഒരുവനാണ് ഇവിടെ പൂർണ്ണമായി സുഖം പ്രാപിക്കപ്പെടുന്നത് എന്നവർ ചിന്തിക്കുന്നില്ല. ഒത്തിരിയേറെ രോഗികളെ സുഖപ്പെടുത്തുന്ന സംഭവങ്ങൾ തീർച്ചയായും അവരും ഈ ദിവസങ്ങളിൽ കേട്ടിട്ടുണ്ടാകാം. പക്ഷേ അവനിൽ വിശ്വസിക്കുവാൻ അവർ തയ്യാറായില്ല. ഒരുപക്ഷെ തങ്ങൾ അവരിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനം നഷ്ടമാകുമോ എന്നൊരു ചിന്ത അവരിലുണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ സ്വാർത്ഥ ചിന്തകളാണ് നന്മ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയുക. അവിടെയെല്ലാം നമ്മൾ ചുഴ്ന്നു നോക്കുന്ന ഓരോ കാര്യങ്ങൾ, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കിതിലൂടെ എന്ത് നേട്ടമാണ് ഉണ്ടാവുക? ഞാനൊരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിലൂടെ എനിക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ച് മാത്രമാണ് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ചിന്തിക്കുക. എന്നാ പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തികൾ തീർച്ചയായും ദൈവരാജ്യത്തിൻ്റെ മുതൽക്കൂട്ടുകളാണ്. ഇവിടെ ആ തളർവാദ രോഗിയെ യേശുവിൻ്റെ പക്കലേക്ക് എത്തിച്ച ആളുകളെ സംബന്ധിച്ചും ഇതുതന്നെയാണ് ദൈവവും ചിന്തിച്ചിട്ടുണ്ടാകുക. കാരണം എൻ്റെ രാജ്യത്തിൽ ഏറ്റവും മുതൽക്കൂട്ടായ വ്യക്തികളാണിവർ. കാരണം യേശുവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ചു. അത് തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ആ ഒരു തളർവാദ രോഗിയെ മാത്രമാണ് അവർ നോക്കുക. അവൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചാണ് അവൻ നോക്കിയത്. എത്രമാത്രം വേദനയായിരിക്കും ആ വ്യക്തി സഹിച്ചുകൊണ്ടിട്ടുണ്ടാകുക. മറ്റുള്ളവരെല്ലാം നല്ല രീതിയിൽ നടന്നു പോകുമ്പോൾ തനിക്കതൊന്നും സാധിക്കുന്നില്ലല്ലോ എന്നൊരു വിഷമം തീർച്ചയായും ആ മനുഷ്യനുണ്ടാകും. ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ചപ്പോൾ അവരുടെ മനസ്സ് അവന് വേണ്ടി തുറന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം കരുണ ഭക്ഷിക്കുമ്പോൾ അവൻ പ്രതീക്ഷിക്കുന്ന കാര്യവും അത് തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിട്ട് മാറുക, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് മാറുക, സ്വന്തം നേട്ടങ്ങളെക്കാൾ ഉപരിയായി മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവനായിട്ട് മാറുക. അതിന് നിന്റെ മുമ്പിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രവർത്തിക്കുമ്പോൾ നീ പോലും അറിയാതെ അത് നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് ഭവിക്കും. ഇന്ന് ഈ ദിവ്യകാരണനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം എന്താണ് എന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ എന്തെങ്കിലും നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് എൻ്റെ നേട്ടത്തിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയാണോ ഞാൻ ചെയ്യുന്നത്? അതോ മറ്റുള്ളവരെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് എന്നെ തന്നെ മറന്ന് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും കർത്താവ് കടന്നു വന്ന് പ്രവർത്തിക്കും. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് മാറുക, മറ്റുള്ളവരുടെ നന്മകൾ ആഗ്രഹിക്കുക, സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും കർത്താവ് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കും. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷം കർത്താവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.